ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ കോഴ്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരാളെ സ്നേഹിച്ചിട്ട് അയാൾക്ക് നിങ്ങളുടെ സ്നേഹം ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളെ ഒരാൾ കെയർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനൊരു അവസ്ഥ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മൾ ലവ് ലാംഗ്വേജസ് എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ട പ്രാധാന്യം വരുന്നത്. ടോട്ടൽ 5 ലവ് ലാംഗ്വേജസ് ആണുള്ളത്. നമുക്ക് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഓരോ വ്യക്തികൾക്കും ഓരോ ലവ് ലാംഗ്വേജസ് ആയിരിക്കും. ഒരേ ലവ് ലാംഗ്വേജസ് ഉള്ളവർ തന്നെ തമ്മിൽ കമ്മിറ്റഡ് ആവുന്നു, കല്യാണം കഴിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. മിക്ക സ്ഥലത്തും വ്യത്യസ്തമായിട്ടായിരിക്കും വരാൻ സാധ്യത. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് കോമൺ ആയിട്ട് വരുന്ന ലവ് ലാംഗ്വേജസ് കാണും, അതേസമയം ആൺകുട്ടികൾക്കും കോമൺ ആയിട്ട് വരുന്ന ലവ് ലാംഗ്വേജസ് കാണും. അപ്പോൾ ഇവർ തമ്മിൽ കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ മിക്കവാറും ഒരു വലിയൊരു ഇമോഷണൽ ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യാനോ, അങ്ങനെ ഡിസ്കണക്ഷൻ ഫീൽ ചെയ്ത അത് മാത്രം ഒരു ഡിവോഴ്സിന്റെ കാരണമായിട്ട് മാറാനും സാധ്യതയുണ്ട്. സോ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സ്വന്തം ലവ് ലാംഗ്വേജ് എന്താണെന്ന് തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. ഇതിന് കഴിയണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ 5 ലവ് ലാംഗ്വേജും ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇൻറ്റൻഷനലി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ 5 ലവ് ലാംഗ്വേജും സെപ്പറേറ്റ് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒന്നാമത്തേത് വേർഡ്സ് ഓഫ് അഫർമേഷൻ. നമ്മൾ വാക്കുകളിലൂടെ അവരോടുള്ള സ്നേഹം നമ്മൾ വ്യക്തമാക്കുകയാണ്. ഒരു അപ്രീസിയേഷൻ കൊടുക്കുക, ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുക, അതോടൊപ്പം ഒരു ലവ് യു ടെസ്റ്റ് അയക്കുക, ഒരു മിസ് യു ടെസ്റ്റ് അയക്കുക. പക്ഷെ നമ്മൾ വേർഡ്സ് യൂസ് ചെയ്തിട്ട് അവരെ അറിയിക്കുകയാണ് നമുക്ക് അവരെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം. ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണെന്ന് ഇരിക്കട്ടെ, എങ്കിൽ അവരെന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഒക്കെ നേടുന്ന സമയത്ത് ഒരു കോംപ്ലിമെന്റ് കൊടുക്കുക. അതോടൊപ്പം വല്ലപ്പോഴെങ്കിലും വെറുതെ കുറച്ച് കൈൻഡ് വേർഡ്സ് ഒക്കെ അവരത് പറയാം. ഒരു ലവ് യു ടെസ്റ്റോ മിസ് യു ടെസ്റ്റോ ഒക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ അയക്കാം. പിന്നെ അവർക്കൊന്നും വേണ്ട, അവർ വളരെ ഹാപ്പി ആയിരിക്കും, നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതേസമയം ഈ വേർഡ്സ് ഓഫ് അഫർമേഷൻ ലവ് ലാംഗ്വേജ് ആയിട്ടുള്ളവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പക്ഷേ സൈലൻ്റ് ആയിട്ടിരിക്കുവാണ്, ക്രിട്ടിസൈസ് ചെയ്യുവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ റിജക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്തൊരു ലവ് ലാംഗ്വേജ് ആണ് ക്വാളിറ്റി ടൈം. നിങ്ങൾ ഒരുപാട് നേരം ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം അർത്ഥമില്ല. അത്രയും നേരം നല്ല ക്വാളിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യണം. മീൻസ് വേറെ ഡിസ്ട്രാക്ഷൻ ഒന്നും പാടില്ല. ഫോണൊക്കെ മാറ്റി വയ്ക്കണം, ഐ ടു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണം. നല്ല രീതിയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ടൈം ലവ് ലാംഗ്വേജസ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുകയോ അവർ ഒന്ന് ഇഗ്നോർഡായിട്ട് ഫീൽ ചെയ്യുകയോ, അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഫോണൊക്കെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഹർട്ടാവും. അടുത്തതാണ് റിസീവിങ് ഗിഫ്റ്റ്. അതായത് അവർക്ക് മെറ്റീരിയൽസിനോടുള്ള താല്പര്യം കൂടുതൽ കൊണ്ടല്ല, പക്ഷേ നിങ്ങളൊരു ഒക്കേഷൻ ഓർത്ത് വെച്ച് അവർക്ക് ഗിഫ്റ്റ് കൊണ്ടുവരുന്നു, ആ ഒരു എഫേർട്ട്, അതിലാണ് അവർ ഇംപ്രസ്ഡ് ആവുന്നത്. അതേസമയം നിങ്ങളൊരു ഒക്കേഷനൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ ഇവർക്ക് ലവ് ലാംഗ്വേജ് വരുന്നത് റിസീവിങ് ഗിഫ്റ്റ് ആണെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ റിസീവിങ് ഗിഫ്റ്റ് ആണ് നിങ്ങളുടെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് എങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടും, മീൻസ് ഒരു ചെറിയൊരു കാർഡ് കൊടുത്താലും ചെറിയൊരു റോസാപ്പ് കൊടുത്താലും വരെ അവർ ഹാപ്പി ആയിരിക്കും. ഇനി വരുന്നതാണ് ആക്ട് ഓഫ് സർവീസ്. ഫോർ എക്സാമ്പിൾ ഒരു ചായ ഇട്ട് കൊടുത്താൽ തന്നെ അവർക്ക് വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ തോന്നും. ജസ്റ്റ് അവർ ചെയ്യുന്ന എന്തെങ്കിലും വർക്കിൽ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ഒരു അവരെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നവർക്ക് ഫീൽ ചെയ്യുക. അതേസമയം നിങ്ങൾ കുറച്ച് ലേസി ആയിട്ടിരിക്കുവാണ്, നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നിങ്ങൾക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നില്ല എന്ന്. കാരണം അവരുടെ ലവ് ലാംഗ്വേജ് ആക്ട് ഓഫ് സർവീസ് ആണ്. അപ്പോൾ സോ ശ്രദ്ധിക്കുക, ലവ് ലാംഗ്വേജ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത് വരുന്ന ലവ് ലാംഗ്വേജ് ആണ് ഫിസിക്കൽ ടച്ച്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കൈകോർത്ത് നടക്കുന്നത് വരെ വലിയ കാര്യമാണ്. ഒരു ഹഗ്, ഒരു കിസ്, ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതേസമയം ഇവരോട് നമ്മൾ ഫിസിക്കലി ഡിസ്റ്റൻ്റ് ആയിട്ട് പെരുമാറുവാണെങ്കിൽ വലിയ രീതിയിൽ റിജക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ഇനിയും നിങ്ങളുടെ ലവ് ലാംഗ്വേജ് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന 3 ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കണം. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്രേവ് ചെയ്യുന്നത്? രണ്ടാമത്തെ ചോദ്യം, എന്ത് മിസ്സാകുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്? മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ
നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്? ഇത്രയും ചോദിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇതിലേതെങ്കിലും ഒരു ലവ് ലാംഗ്വേജ് കിട്ടാതിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾ ഏത് രീതിയിലാണോ സ്നേഹം റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിലായിരിക്കും നിങ്ങൾ അങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതൊന്ന് ഒബ്സർവ് ചെയ്താലും മതിയാവും. ഒരുപക്ഷെ ഒരു നിവർത്തിയില്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ ലവ് ലാംഗ്വേജ് ക്വിസൊക്കെ അവൈലബിൾ ആണ്. അതൊന്ന് ചെയ്ത് നോക്കുക. ഈ ലവ് ലാംഗ്വേജസിന്റെ പിന്നിലെ സൈക്കോളജി തിരയുകയാണെങ്കിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കിടക്കുന്നതും അറ്റാച്ച്മെന്റ് തിയറിയിലും ഇമോഷണൽ നീഡ്സിലുമാണ്. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കപ്പെട്ടത്, നമ്മുടെ ബോൺസ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പം ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ലവ് ലാംഗ്വേജസ് നമ്മൾ പിന്നെ ഭാവിയിൽ വളർന്ന റിലേഷൻഷിപ്പിലൊക്കെ എൻ്റർ ആകുമ്പോഴത്തേക്കും അവിടെ പുറത്തോട്ട് വരിക. നിങ്ങൾ പരസ്പരം ലവ് ലാംഗ്വേജസ് തിരിച്ചറിഞ്ഞില്ലെങ്കിലുള്ള സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം സ്നേഹിക്കപ്പെടുന്നതായിട്ട് തോന്നത്തില്ല, ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ തോന്നത്തില്ല, പിന്നെ എന്തിന് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നു എന്ന് വരെ അൾട്ടിമേറ്റ്ലി തോന്നിപ്പോകും. അവസാനം അത് വേണ്ട അല്ലെങ്കിൽ ഡിവോഴ്സിലോട്ട് പോവാം എന്ന് വരെ നിങ്ങൾ ഡിസിഷനിലോട്ട് എത്തും. സോ ഇതിന് ആകെ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം ലവ് ലാംഗ്വേജ് കണ്ടുപിടിക്കുക, പാർട്ട്ണറിൻ്റെ ലവ് ലാംഗ്വേജ് കണ്ടുപിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അത് റെസിപ്രോക്കേറ്റ് ചെയ്യുക. മീൻസ് പാർട്ട്ണറിൻ്റെ ലവ് ലാംഗ്വേജ് കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു രീതിയിലൂടെ നിങ്ങൾ ആക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ലവ് ലാംഗ്വേജസിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.